ഇവൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂച്ചക്കുട്ടിയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇവന് വയ്യാതായി. ആഹാരം ഒന്നും കഴിക്കുന്നില്ല, ഒരേ കിടത്ത. അത് കാരണം ഞാനും അനുജത്തിയും കൂടി ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ബോക്സിനുള്ളില് വലിയ പ്രശ്നമൊന്നും കാണിക്കാതെ പുള്ളിക്കാരനിരുന്നു. ആഹാരം കഴിക്കാത്ത പ്രശ്നമൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ 2 ഇഞ്ചക്ഷൻ എഴുതി. ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും അനുജത്തിയും അവനെയും കൊണ്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴെല്ലാം ആ ഒരു ബോക്സിനുള്ളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു ചാടി തന്റെ വീട്ടിലേക്ക് പോകണം. അത് തന്നെയായിരുന്നു അവന്റെ ആഗ്രഹവും. ഞങ്ങളും കുറേ നേരം വെയിറ്റ് ചെയ്തു. എങ്ങനെയൊക്കെയോ അനുജത്തി അവനെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നു. അങ്ങനെ അവന് ഒരു 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തും എനിക്കും അവൾക്കും വല്ലാത്ത ടെൻഷനായിരുന്നു. ഞങ്ങൾക്ക് വേറൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അതിനാണെങ്കിൽ പാർവോ വൈറസ് ബാധിച്ചതാ. ആ ഒരു വൈറസിന് ഇഞ്ചക്ഷൻ എടുത്ത് പിറ്റേ ദിവസം അത് മരണപ്പെട്ടു പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്തും ലിസയുടെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചതാ. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ സമയത്ത് അവന് നന്നായിട്ട് തടകി. അതിനുശേഷം അവന് വീട്ടിലോട്ട് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഒരേ കിടത്ത. എന്താണെന്ന് അറിയാൻ വയ്യ. ആഹാരം ഒന്നും കഴിക്കുന്നതേയില്ല. ഡോക്ടർ കുറിച്ചു തന്ന മരുന്ന് ഞങ്ങൾ കൊടുത്തു നോക്കി, പക്ഷെ ഒരനക്കവുമില്ല. എന്നാൽ വൈകുന്നേരമായപ്പോൾ പുള്ളിക്കാരന്റെ അവസ്ഥ വല്ലാതെ മോശമായി. അവനാണെങ്കിലോ ഒന്ന് എഴുന്നേൽക്കുന്നതോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല. നടക്കുമ്പോഴാണെങ്കിൽ വല്ലാതെ ചായഞ്ഞു പോകുന്നു. കാലൊക്കെ തറയിൽ ഉരസുന്നുമുണ്ട്. പിന്നീട് വല്ലാതെ അവശനായി. എത്രത്തോളം നമ്മൾ അവനെ നേരെയാക്കുവാനായി ശ്രമിച്ചിട്ടും നേരെയാകുന്നതേയില്ല. ഡോക്ടർ പറഞ്ഞത് അന്നേ ദിവസം രാത്രി കുഴപ്പമാണെങ്കിൽ അടുത്ത ദിവസം കൂടി കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാ. എന്ത് അസുഖമാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ അവനാണെങ്കിൽ വയറുവേദനയാണോ അതോ എന്താണെന്നൊന്നും അവന് പറയാൻ പറ്റത്തില്ലല്ലോ. പാവം മിണ്ടാപ്രാണിയല്ലേ. ഞങ്ങൾ അവനെ ഒരുപാട് രക്ഷിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. എന്റെ അനുജത്തിയുടെ മടിയിൽ കിടന്ന അവൻ മരണപ്പെട്ടു പോയത്.